ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്ക്രോളിനെ കുറിച്ചാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ക്രോളിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഓൺ സ്ക്രോൾ ഈവൻ ഇൻ ജാവാസ്ക്രിപ്റ്റ് ഒക്കെയർ വെൻ എ സ്കോൾ ഈസ് യൂസ്ഡ് ഫോർ ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്കോൾ ബാറും അതിന് നമ്മൾ ഓൺ സ്കോൾ എന്ന ഈവൻ്റ് ഉപയോഗിക്കുമ്പോഴും എന്തൊക്കെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ കുറിച്ചാണ് ജാവാസ്ക്രിപ്റ്റ് ഓൺ സ്കോൾ എന്ന ഈ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഈവൻ്റ് ഈസ് ഫയർഡ് വെൻ ദ യൂസർ മൂവ് ദ സ്കോൾ ബാർ അപ്പ് ഓർ ഡൗൺ. അതായത് നമ്മളൊരു സ്ക്രോൾ ബാറിൻ്റെ ഉള്ളിൽ ഒരു യൂസർ മുകളിലേക്കോ അല്ലെങ്കിൽ താഴോട്ടേക്കോ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഓൺ സ്ക്രോൾ ബാർ എന്ന ഫംഗ്ഷന് എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുകയും അതിനനുസരിച്ച് നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് നമുക്ക് നോക്കാം. വി ക്യാൻ യൂസ് ദ CSS ഓവർഫ്ലോ പ്രോപ്പർട്ടി ഫോർ ക്രിയേറ്റിംഗ് സ്ക്രോൾ ബാർ. ഈ സ്ക്രോൾ ബാർ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ CSSലെ ഓവർഫ്ലോ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വെബ് പേജിൽ സ്ക്രോൾ ബാർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓൺ സ്ക്രോൾ എന്ന ഈവൻ്റ് ഒന്നും ഉപയോഗിക്കാതെ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML ഓപ്പൺ ചെയ്തു, അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു സ്റ്റൈൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് എന്ന ഭാഗത്തിന് ഈ പാരഗ്രാഫിനുള്ളതാണ് ഇവിടെ എന്തൊക്കെ CSS ആണോ അതിലേക്ക് ആവശ്യമുള്ളത് അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിന് ഒരു ID ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാരാന്ന്. ഈ ID നമ്മൾ ചേർത്തത് കൊണ്ടാണ് ഇവിടെ ഈ പാര എന്നിട്ടുള്ളത്. ഈ പാരഗ്രാഫിൻ്റെ ID ആണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഒരു വിഡ്ത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓവർഫ്ലോ എന്നുള്ള സ്ക്രോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കത് റൺ ചെയ്യിക്കുമ്പോൾ ഒരു സ്ക്രോൾ ബാർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓവർഫ്ലോ എന്നുള്ളത് സ്ക്രോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് CSSൻ്റെ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. അതേപോലെ തന്നെ ഇതിനൊരു ബോർഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബോർഡർ 1 പിക്സലാണ്, അത് സോളിഡ് ആണ്, അതിൻ്റെ കളർ റെഡ് ആണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 പിക്സലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ക്രോൾ ബാർ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഈ ഫംഗ്ഷൻ ഇല്ല മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന ഈ FUN എന്ന ഫംഗ്ഷന് വർക്ക് ചെയ്യണമെന്ന് കൂടി നമ്മളിവിടെ ഓൺ സ്ക്രോളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ ഒരു ഫംഗ്ഷന് എന്നെഴുതി ഇവിടെ കൊടുത്ത അതേ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഈ ID എന്ന് പറയുന്നത് നമ്മൾ ഈ പാരഗ്രാഫിന് ചേർത്ത് കൊടുത്ത ID ആണ്. എന്നിട്ട് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ, അതായത് അതിൻ്റെ ഉള്ളിൽ ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റിനുള്ളിലെ കളർ എന്ത് ചെയ്യണം, നമുക്കത് റെഡായി മാറണം. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നിട്ടതിന് ശേഷം പാരഗ്രാഫ് ഇതിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീനും ആവണം. അപ്പം നമ്മൾ ഈ സ്ക്രോൾ ബാറിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ റെഡും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനും ആവേണ്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലൈവ് സെർവർ വെച്ചത് റണ്ണ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും അതേപോലെ തന്നെ ഓവർഫ്ലോയും അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ സ്ക്രോൾ ബാറിൽ നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറും ലൈറ്റ് ഗ്രീൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റിനുള്ള കളറ് എന്തായിട്ടുണ്ട്, റെഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് ഓൺ സ്ക്രോൾ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷന് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ FUN, ആ ഫംഗ്ഷൻ്റെ പേര് FUN എന്ന് ചേർത്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, പാര എന്ന് പറയുന്ന ഈ പാരഗ്രാഫിൻ്റെ പേരാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റിനുള്ള ടെക്സ്റ്റിൻ്റെ കളർ റെഡ് ആവണം. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാരഗ്രാഫിൻ്റെ പേരാണ്. ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീനും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ കൂടി നോക്കാം. ഇതിലും അതേ രൂപത്തിൽ തന്നെയാണ് നേരത്തെ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഒരു
പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൻ്റെ ഹൈറ്റും വിഡ്ത്തും അതേപോലെ ഓവർഫ്ലോയും ബോർഡറും ഫോണ്ട് സൈസും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ അഡീഷൻ ആയിട്ട് നമ്മളൊരു പാരഗ്രാഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പാരഗ്രാഫിൻ്റെ ID എന്ന് പറയുന്നത് para1 ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ നമ്മളിവിടെ ഫങ്ഷൻ വെച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഫങ്ഷൻ ഇല്ലാതെ നമ്മൾ ഓൺ സ്കോൾ എന്ന ഈവൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നിട്ട് ഈ പാരഗ്രാഫിൻ്റെ പേര് ചേർത്ത് കൊടുത്തു. ഓൺ സ്കോൾ എന്ന ഈവൻ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈക്വൽ ടു ഫങ്ഷൻ എന്നിട്ട് ഏത് ഫങ്ഷനാണോ ഇതിൽ സ്കോൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഫങ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കളർ എന്നുള്ളത് റെഡ് ആവണം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ ആവണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ para1 എന്നൊരു പുതിയൊരു പാരഗ്രാഫ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് കൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് അഡീഷനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നേരത്തെ നമുക്ക് കണ്ട അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ റെഡും ആവും. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, ഒരു ലൈറ്റ് ഗ്രീനും വരും. അഡീഷനായിട്ട് നമ്മൾ രണ്ടാമത് കൊടുത്ത para1 എന്ന ഭാഗത്ത് നമുക്ക് ഈ ടെക്സ്റ്റും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് തരും. ആദ്യം ഇവിടെ ആ ടെക്സ്റ്റ് ഇല്ല, അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ടെക്സ്റ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഓൺ സ്കോൾ എന്ന ഈവൻറ്റ് നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിളും അതേ രൂപത്തിൽ തന്നെ ഇവിടെ CSS ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാരഗ്രാഫ്, അതേപോലെ para1 രണ്ടാമത്തെ പാരഗ്രാഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആഡ് ഈവൻ ലിസ്ണേഴ്സ് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID പാരഗ്രാഫിൻ്റെ ID കൊടുത്തു. ആഡ് ഈവൻ ലിസ്ണേഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈവൻ ലിസ്ണേഴ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്കോള് അങ്ങനെയുള്ള ക്ലിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്കോൾ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഏത് ഫംഗ്ഷനാണോ കാൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റിനുള്ള കളർ റെഡും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ അതിൻ്റെ para1 രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ എന്ത് ടെക്സ്റ്റ് വരണം എന്നുള്ളതും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ട് തന്നെയാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ചു. ഓക്കെ, നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റിൻ്റെ കളർ റെഡ്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീന്, ഇവിടെ താഴെ ടെക്സ്റ്റ് ഗ്രീനും, ഇവിടെ ജസ്റ്റ് para1 എന്ന ഭാഗത്ത് ജസ്റ്റ് ഈ ടെക്സ്റ്റും ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.